ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി, ലവിംഗ് ഫാമിലി. അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കറിയാം കുറെ ദിവസങ്ങളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ IVF റിലേറ്റഡ് Q&A പാർട്ട് 2 എന്താ ഇറങ്ങാത്ത. കുറെ പേര് വിചാരിച്ചു ഞാൻ പലരുടെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ ഇട്ട് കളഞ്ഞതാണെന്ന്. അതല്ല, സാറിന് നല്ല തിരക്കായിരുന്നു. അപ്പൊ നമ്മുടെ പാർട്ട് 2 എടുക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പൊ ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വീഡിയോ Q&A പാർട്ട് 2 ആണ്. അതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയില് നമ്മുടെ ഹോസ്പിറ്റലില് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ സെബൈൻ സാറിന് ഓൺലൈൻ കൺസൾട്ടേഷൻ ഇല്ല. കാരണം ഇപ്പൊ ഓഫ്ലൈൻ ആയിട്ട് ഒരുപാട് പേര് അപ്പൊ ഓൺലൈനിൽ അതിന്റെ ഇടയിൽ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. ബാക്കി ആ ഹോസ്പിറ്റലിലെ ബാക്കിയുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. അത് സാറ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ അതിൽ ബുക്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി Q&A വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എന്നാലും നമ്മൾ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇവിടെ നന്നായിട്ട് പറഞ്ഞ പോലെ IVF കുറിച്ച് Q&A പാർട്ട് 2 എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് അറിയാം. ഇത്രയും ദിവസമായിട്ട് വെയിറ്റ് ചെയ്യാന്ന് അറിയാം. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ സെബൈൻ ഹോസ്പിറ്റലിൽ ഡോക്ടർ സെബൈൻ സാർ ഉണ്ട്. സാർ വെൽക്കം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഷംല ഷിഹാബ്. ഹൈ സർ, IVF മുൻപും ശേഷവും എത്ര ഇഞ്ചക്ഷൻ വരുന്നുണ്ട്? വയറിന്മേൽ ഇഞ്ചക്ഷൻ ഉണ്ടാവുമോ? നമ്മൾ ഡിസംബറിലാണ് നാട്ടിൽ വരുന്നത്. നോർമൽ പ്രഗ്നൻസി ട്രീറ്റ്മെന്റ് ഇല്ലേ അവിടെ? നമ്മൾ എത്ര വട്ടം പോകേണ്ടി വരും? IVF കുറിച്ചെല്ലാം അറിയണമെന്നുണ്ട്. IVF മുൻപ് ശേഷവും എത്ര ഇഞ്ചക്ഷൻ വരുന്നുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ IVF ആക്ച്വലി നമ്മൾ രണ്ട് തരം പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ലോങ് പ്രോട്ടോക്കോൾ, രണ്ട് ആൻറ്റിഗ്ലസ് പ്രോട്ടോക്കോൾ. അപ്പോൾ ഈ രണ്ട് പ്രോട്ടോക്കോളിനും ചികിത്സയുടെ രീതി വ്യത്യസ്തമാണ്. ഈ ലോങ് പ്രോട്ടോക്കോളിന് നമ്മൾ മെൻസസ് ആവുന്നതിന് മുമ്പുള്ള മാസം തന്നെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് മെൻസിൻ്റെ സെക്കൻഡ് ഡേ ആണ് നമ്മൾ സാധാരണഗതിയിൽ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പുള്ള ഒരു 17-ാം ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഇഞ്ചക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. നേരെ മറിച്ച് ഈ ആൻറ്റിഗ്ലസ് പ്രോട്ടോക്കോൾ ആണെങ്കിൽ മെൻസസിൻ്റെ 2-ാം ദിവസം തൊട്ടാണ് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഞ്ചക്ഷൻ എടുത്ത് എഗ്ഗ് ഉണ്ടാക്കി എഗ്ഗിനെ ഇങ്ങനെ വെളിയിലെടുത്ത് കഴിഞ്ഞാൽ അതോടെ ആ ഇഞ്ചക്ഷൻസ് മിക്കവാറും ഇഞ്ചക്ഷൻ്റെ എല്ലാം ബുദ്ധിമുട്ട് കഴിയും. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരില്ല. പിന്നെ എംബ്രിയോ ട്രാൻസ്ഫർ സമയത്ത് ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എല്ലാം എടുക്കേണ്ടി വന്നാൽ മതിയാവും. നമ്മളിപ്പോൾ ഈ ആൻറ്റിഗ്ലസ് പ്രോട്ടോക്കോളിലാണെങ്കിൽ നമ്മൾ മിക്കവാറും ഒക്കെ എല്ലാം എംബ്രിയോ ഫ്രീസ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത ഒരു മാസം കഴിഞ്ഞ് അതിനടുത്ത മാസമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ അടുത്ത മാസം നമ്മൾ 17th ഡേ ഒരു ഡിപ്പോ ഇഞ്ചക്ഷൻ ഡൗൺ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കും. ഒന്ന് സോളഡെക്സ് എന്നതിൻ്റെ പേര്, അല്ലെങ്കിൽ ലിപ്രൈഡ്, അങ്ങനെ ഏതെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കും. അത് ഒരു ഇഞ്ചക്ഷനേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസ് ആൻഡ് ട്രാൻസ്ഫർ ആണെങ്കിൽ അത് അതിനടുത്ത മാസം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. സോളഡെക്സ് വയറിലാണ് വരുന്നത്. മറ്റേ ഇഞ്ചക്ഷൻസ് എല്ലാം ഈ ഗ്രോണോട്ടോമിക്സ്, അതായത് അണ്ടം ഉണ്ടാവാൻ വേണ്ടി ഇഞ്ചക്ഷൻസ് എവിടെ വേണം എടുക്കാം. വയറിലും എടുക്കാം, കയ്യിലോ ബട്ടക്സിലോ കാലിലോ തുടയിലോ ഒക്കെ എടുക്കാം. പിന്നെ ചില സ്ഥലങ്ങളിൽ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്താലും കുറേ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. അത് ഈ പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ നമ്മൾ കുറച്ച് പെയിൻഫുൾ ആണ്. ഓയിൽ ഇഞ്ചക്ഷൻ ആണ്. ഓയിലുണ്ട് അക്യൂസ് ഉണ്ട്, പക്ഷെ എന്നാലും അത് മാത്രം കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഇഞ്ചക്ഷൻസ്. പക്ഷെ അതിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മിക്കവാറും ഇഞ്ചക്ഷൻ വരുന്ന ജെല്ലാണ്, വജൈനൽ ജെല്ലാണ്. കിർണോൺ അല്ലെങ്കിൽ സസ്റ്റൻ അല്ലെങ്കിൽ നാച്ചുറൽ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇഞ്ചക്ഷൻ പെയിൻഫുൾ ഇഞ്ചക്ഷൻ നമ്മൾ എടുക്കാറില്ല ആക്ച്വലി ഇവിടെ. നോർമൽ പ്രഗ്നൻസി ട്രീറ്റ്മെന്റ് ഇവിടെ ഇല്ലേ ചോദിക്കുന്നുണ്ട്. നോർമൽ പ്രഗ്നൻസി ട്രീറ്റ്മെന്റ് ഇവിടെ ഉണ്ട്, ലാപ്രോസ്കോപ്പി ഉണ്ട്, ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയതും അല്ലാതെ എല്ലാ ട്രീറ്റ്മെന്റും ഇവിടെയുണ്ട്. പ്രഗ്നൻസി ആയിട്ട് റിലേറ്റഡ് അല്ല. ഈ ഒരു IVF വേണ്ടി എത്ര വട്ടം വരേണ്ടി വരും എന്ന് ചോദിക്കുന്നുണ്ട്. ഈ IVF വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ ഈ പീരിയഡ്സിൻ്റെ
സെക്കൻഡ് ഡേ ആണ് ഇവിടെ വന്ന് വരേണ്ടത്. പിന്നെ നമ്മൾ യൂഷ്വലി ഒരു 7th ഡേ വരണം. പിന്നെ ചിലപ്പോൾ അവിടെ 1-2 ദിവസം മാറ്റി വരും. 7th ഡേ വരണം, പിന്നെ 10th ഡേ വരും. അന്ന് ഗവൺമെൻറ് ട്രിഗർ എടുക്കും. 12th ഡേ പിക്കപ്പ്, പിന്നെ അടുത്ത ട്രാൻസ്ഫർ. ഇത്ര ഒരു 4-5 പ്രാവശ്യം വന്നാൽ മതിയാവും. നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെയാണ് യൂഷ്വലി ചെയ്യുന്നത്. ഒരുപാട് നമ്മൾ പക്ഷേ ഫ്രീസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പിക്കപ്പ് കഴിഞ്ഞ് പോയി, അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞുള്ള ഗ്യാപ്പ് കഴിഞ്ഞ് വന്നാൽ മതി ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ ഒരുപാട് നമ്മൾ വരേണ്ട കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, കേരളത്തിലൊക്കെ ആണെങ്കിൽ കണ്ണൂരിലാണെങ്കിൽ പോലും രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ IVF-നാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്കാനൊക്കെ ചെയ്ത് റെഡിയാക്കി വിട്ടത് പോകും. ഈ ഫസ്റ്റ് ടൈം വരുമ്പോൾ മാത്രമാണ് നമുക്ക് കുറച്ച് വെയിറ്റിംഗ് ഉള്ള 1-2 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം വർക്കപ്പ് ചെയ്യണം. പിന്നെ അവരോട് ഒരുപാട് സമയം ഡിസ്കസ് ചെയ്ത് കൗൺസിലിംഗ് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഫാസ്റ്റായിട്ട് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നസീറ, IVF-ന് ടോട്ടൽ കോസ്റ്റ് എത്രയാകുമ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് 85,000 ആണ് വരുന്നത്. 85,000 ആണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്, ഇൻക്ലൂഡിങ് മെഡിസിൻസ്. അതായത് നമ്മൾ സെക്കൻഡ് ഡേ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 2ാം ദിവസത്തെ ഇഞ്ചക്ഷൻ തൊട്ട് എംബ്രിയോ ട്രാൻസ്ഫർ വരെയുള്ള എല്ലാ ഇഞ്ചക്ഷൻസാണ് യൂസ് ചെയ്യുന്നത്. ഇഞ്ചക്ഷൻസ് മെഡിസിൻ്റെ അതിൽ വൈറ്റമിൻ ഗുളികകളോ അതൊന്നും ഉൾപ്പെടുത്തില്ല. മേജറായിട്ടുള്ള ഇഞ്ചക്ഷൻസും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഹിസ്റ്റോസ്കോപ്പി ചെയ്യേണ്ടി വന്നാൽ അതിന് അഡീഷണൽ ഒരു 11,000 ആവും. പിന്നെ ലുപ്രൈഡ് ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു 2,000-3,000 രൂപ അതിനാവും. അത്രയ്ക്കേ ഉള്ളൂ. എല്ലാം കൂടെ ഒരു 1 lakh അപ്രോക്സിമേറ്റ്ലി വരുള്ളൂ. കാര്യം എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞാലും ഒരു 10-15 ദിവസത്തെ ടാബ്ലറ്റ്സ് ഉണ്ട്. അത് ഈ പാക്കേജ് വരുന്നതല്ല. അപ്പോൾ എല്ലാം കൂടെ നമ്മളിപ്പോൾ പറയുമ്പോൾ 1 lakh കരുതിയാൽ മതിയാവും. അതും ഏറ്റവും ഗുണാലഫ് ഇഞ്ചക്ഷൻ, അത് കമ്പനിയുടെ തന്നെ സെട്രോടൈറ്റ് എന്നൊരു ഡോൺ റിലേറ്റീവ് ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചക്ഷൻ ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നസീറയുടെ തന്നെയാണ്. കൗണ്ട് നല്ല കുറവാണ്, IVF സക്സസ് ആകുമോ? കൗണ്ട് കുറവുള്ളവർക്കാണ് IVF ചെയ്യുന്നത് കൂടുതലും. ഇപ്പോൾ കൗണ്ട് ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ ടീസ മൈക്രോട്ടീസ പോകും. കൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ അവരുടെ തന്നെ സ്പേംസ് കിട്ടുമല്ലോ. അന്ന് ഒരു നല്ല സ്പേം മതി ഒരിക്കലും ഫെർട്ടിലൈസ് ചെയ്യാൻ. അപ്പോൾ അത് നോക്കി അത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഖദീജ അനസ്, ഞാൻ സെവൈൻ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിലാണ്. IVF ചെയ്താൽ എത്രത്തോളം സക്സസ്ഫുൾ ആകും? IVF-ന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ, അതിന് പ്രൊസീജിയേഴ്സും ഇപ്പോൾ കോസ്റ്റും സാർ പറഞ്ഞു. അതിൽ എത്രത്തോളം സക്സസ്ഫുൾ ആകും? ഈ ഇപ്പോൾ ഖദീജയെ സംബന്ധിച്ചുള്ള ഖദീജയുടെ ബാക്കി ഡീറ്റെയിൽസ് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പല തരത്തിലാണ് സക്സസ് പറയുന്നത്. ഇപ്പോൾ ഏജ് കൂടുതലെന്ന് തോന്നുന്നു സക്സസ് റേറ്റ് കുറയും. പക്ഷേ ഏജ് കൂടി നമ്മൾ തേർഡ് പാർട്ടി ആണ്, അതായത് എഗ്ഗിൻ്റെ ഡോണർ എഗ്ഗാണോ ഒക്കെ ആണെങ്കിൽ സക്സസ് റേറ്റ് കൂടും. ആവറേജ് ഒരു 40 to 60% ഒക്കെ നമ്മൾ ക്ലിനിക്കൽ പ്രഗ്നൻസി റേറ്റ്, അത് ഗർഭിണിയാവുന്നൊരു റേറ്റ് വരും. 60-65 നമുക്ക് കിട്ടാറുണ്ട്. നമ്മൾ ആ ഒരു പൈനർ ഏജ് ഗ്രൂപ്പ് വേറെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, ട്യൂബൽ ബ്ലോക്ക് ആക്കിയാണ് പ്രശ്നമെങ്കിൽ നല്ല സക്സസ് റേറ്റ് ആണ്. പിന്നെ സ്പേംസും സെമിൻ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിലും ഫീമെയിൽ ഏജ് ഗ്രൂപ്പ് കുറവാണെങ്കിൽ നല്ല സക്സസ് റേറ്റ് ആണ്. അപ്പോൾ പിന്നെ ഏജ് കൂടി വരുമ്പോൾ നമ്മുടെ സ്വന്തം എടുത്ത് വരും, അല്ലെങ്കിൽ സ്പേംസിന് വളരെ കുറവാണ്, സൈസ് ചെറുതാണ്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സക്സസ് കുറയുന്നത്. അപ്പോൾ ആവറേജ് സക്സസ് റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം മാനൂസ്, ലാപ്രോ ചെയ്ത ശേഷം എത്ര മന്ത് കഴിഞ്ഞ് IVF ചെയ്യാം? അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 to 4 സൈക്കിൾസിന് മാസം നമ്മൾ ട്രൈ ചെയ്യും. ശരിയായില്ലെങ്കിൽ പിന്നെ വേറെ റീസൺസ് കണ്ടെന്നില്ലെങ്കിൽ അത് നമ്മൾ IVF-ലോട് പോകും. അതാണ് എക്സ്പ്ലെയിൻ ആയിരിക്കും. ലാപ്രോസ്കോപ്പി കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലായിട്ട് ട്രൈ ചെയ്യും. ട്രൈ ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ മാത്രമേ IVF-ലോട് പോകുള്ളൂ. എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് IVF സക്സസ് ആകുമോ? ലാപ്രോ ചെയ്തിട്ട് IUI ആണോ IVF ആണോ ബെറ്റർ? അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്ത് IUI ചെയ്യണോ അതോ IVF ആണോ ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഇൻഡിവിജ്വലൈസ്ഡ് ആണ്, ഓരോ കേസും ഡിപ്പെൻഡ് ആയിട്ടിരിക്കും. ലാപ്രോസ്കോപ്പി ചെയ്താൽ എൻഡോമെട്രിയോസിസ് ലാപ്രോസ്കോപ്പി കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം ആൾക്കാർക്കും നല്ല സ്വമേധ നാച്ചുറൽ ആയിട്ട് തന്നെ പ്രഗ്നൻസി ആയിരിക്കും. പ്രത്യേകിച്ച് കൗണ്ടൊക്കെ നോർമലാണെങ്കിൽ എൻഡോമെട്രിയോസിസ് നല്ല ക്ലിയർ ചെയ്ത് മെഡിസിൻസ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പ്രഗ്നൻസി ആവാൻ ചാൻസ് ഉണ്ട്. അത് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ സാധാരണ യൂഷ്വലി നമ്മൾ ലാപ്രോസ്കോപ്പിയിലോട്ട് പോകാറുള്ളൂ. എൻഡോമെട്രിയോസിസ് ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ കയറി ഞങ്ങൾ ആദ്യമേ കയറി IVF-ലോട്ട് പോകാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മീതു കുളങ്ങര, IVF കോസ്റ്റ് പറയുമ്പോൾ പ്രഗ്നൻസി വരെ ഉള്ളത്. പ്രഗ്നൻസി പറയുമ്പോൾ ഈ IVF-ൽ വരുന്ന ഡൗട്ട്, അത് സിസേറിയൻ മാത്രമാണോ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആവുമോ എന്നുള്ളതൊരു ഡൗട്ടാണ്.
IVF കോസ്റ്റ് നേരത്തെ പറഞ്ഞു 85 ആണ്, അപ്രോക്സിമേറ്റ് 1 lakh എഴുതിക്കോളും. പിന്നെ അത് നമ്മുടെ എംബ്രിയോ ട്രാൻസ്ഫർ വരെയുള്ള കോസ്റ്റാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ ഡെലിവറി വരെയുള്ള കോസ്റ്റ് എനിക്ക് നമുക്കങ്ങനെ നോക്കി പറയാൻ പറ്റില്ല. ഡിപ്പെൻസ്, അത് ഓരോ ഡെലിവറി ഓരോ നോർമൽ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ വലിയ ചിലവൊന്നും ആവത്തില്ല. പിന്നെ IVF ആണെങ്കിൽ പോലും നോർമൽ ഡെലിവറി ഒരുപാട് നടത്തുന്നുണ്ടല്ലോ, മിക്ക സ്ഥലത്തും നടത്തുന്നുണ്ടാവും. അതുകൊണ്ട് IVF ആണെന്ന് പറഞ്ഞാൽ നമുക്ക് സിസേറിയൻ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈഫ് ആൻഡ് വ്ലോഗ്സ്. ആഫ്റ്റർ എംബ്രിയോ ട്രാൻസ്ഫർ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാകുമോ, പ്രഗ്നന്റ് ആണോ എന്നറിയാൻ? അങ്ങനെ ഉണ്ടാവുന്ന എനിക്കറിയില്ല. നമ്മൾ ബ്ലഡ് നോക്കുക, ബ്ലഡ് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ പറയുന്നത് പ്രഗ്നൻസി ആണോ ഇല്ല. പലർക്കും ഓവർ ഇതാകുമ്പോ നമുക്ക് അങ്ങനെ കുറവൊന്നും തോന്നുന്ന പോലെ അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. ചില ഞാൻ പ്രഗ്നൻസി പോലെ തോന്നുന്നുണ്ട് പറയുന്നത്, അത് സയന്റിഫിക് ആയിട്ട് അതൊരു കാര്യമില്ല. ഇപ്പൊ എനിക്ക് 10 days ആയി എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഇതുവരെ നോ സിംറ്റംസ്. 2 embryos ആണ് ഇപ്പോൾ ചെയ്തത്. അതിലൊരെണ്ണം grade 1 ആൻഡ് അതർ grade 2 ആണ്. എംബ്രിയോ ഗ്രേഡിംഗിന്റെ പോസിബിലിറ്റീസ് ഒന്ന് പറയുമോ? ഇനി 2 എംബ്രിയോ ബാക്കിയുണ്ട്, അത് grade 2 ആൻഡ് 3 ആണ്. എംബ്രിയോ ഗ്രേഡിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഈ എംബ്രിയോയുടെ ക്വാളിറ്റി ആണ് ഈ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. grade 1 നല്ലതാണ്, grade 2 കുഴപ്പമില്ല, grade 3 കുറച്ചതിന് താഴെയുള്ള എംബ്രിയോ ആണെന്നേ ഉള്ളൂ. പക്ഷെ ഇതിലൊന്നും grade 3 ഗർഭിണി ആവില്ല എന്നും ഗ്രേഡ് 1 ആണെങ്കിൽ എന്തായാലും ഗർഭിണി ആവുമെന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഗ്രേഡിംഗ് ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ടൊന്നും വലിയ എത്രയോ ആൾക്കാർ grade 3 ഒരു എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തിട്ട് നല്ല പ്രഗ്നൻസി ആയിരിക്കുന്നു, അത് grade 1 നമ്മൾ പല പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്തിട്ട് ഗർഭിണി ആവാതിരിക്കുന്നു. അതുകൊണ്ട് അതിൽ വലിയൊരു ആകാംക്ഷ പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. എംബ്രിയോ ട്രാൻസ്ഫർ ശേഷം റെസ്റ്റ് വേണോ, റൂട്ടീൻ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാമെന്ന് കേൾക്കുന്നുണ്ട്. ഈ റൂട്ടീൻ ആക്ടിവിറ്റീസിൽ എന്തൊക്കെ ചെയ്യാം? കുനിയാൻ ഒക്കെ പറ്റുമോ? സ്ലീപ്പിംഗ് പൊസിഷൻ എന്തെങ്കിലും ശ്രദ്ധിക്കണോ? എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെസ്റ്റിന്റെ ആവശ്യമില്ല. ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ പഠനങ്ങളും റെസ്റ്റ് ആവശ്യം ഇല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുള്ളതാണ്. പിന്നെ റുട്ടീൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗർഭിണി ആവുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും റുട്ടീൻ ആക്ടിവിറ്റീസ്. നമ്മുടെ വർക്കിൻ്റെ ഏതാണ് വർക്ക് അതെല്ലാം ചെയ്യാം. അതിലൊന്നും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. കുഞ്ഞിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യാം. അതിനൊന്നും ചില ആൾക്കാർ വന്ന് വീടിനടുത്ത് താമസിച്ച് ലീവ് എടുത്ത് കിടപ്പ് കിടക്കും, ഫുഡും കിടന്ന് കെട്ടിവെച്ച് കഴിക്കുന്നവരുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതിന് വലിയ പ്രയോജനം തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരെയും നമ്മുടെ ആംബുലൻസ് സാധാരണ ആക്ടിവിറ്റീസ് ചെയ്യാനാണ് നമ്മൾ പ്രോത്സാഹിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിനോസ് ഓവുലേഷൻ റെഡിയാണ്, പ്രഗ്നൻസി നിന്ന് കിട്ടുന്നില്ല. ഓവുലേഷൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ പ്രഗ്നൻസി ആവുന്നില്ല. അത് എന്തൊക്കെ ചികിത്സ ചെയ്യുന്ന അതേ അറിയാൻ പറ്റുള്ളൂ. അതൊന്നും ഡീറ്റെയിൽസ് കൂടുതൽ എഴുതിയിട്ടില്ല. ഓവുലേഷൻ ആവുന്ന വെച്ചാൽ അത് ഒരു ഫാക്ടർ മാത്രമേ ഓവുലേഷൻ ഉള്ളൂ, അത് ആവുന്നുണ്ട്. ബാക്കി സെവൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, ട്യൂബൽ പ്രോബ്ലം ഉണ്ട്, എൻ്റെ പ്രോബ്ലം ഉണ്ട്, പല ഫാക്ടേഴ്സ് ഇല്ലേ. അപ്പോൾ അതൊക്കെ നോക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. പ്രായം കൂടുതൽ ഡീറ്റെയിൽസ് തരാമെങ്കിൽ നമുക്ക് ചെറിയൊരു അതിനുള്ള ഒരു കമന്റ് തരാമായിരുന്നു, പക്ഷേ ഒന്നും കിട്ടുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാൻസ്. ഹായ്, സെബൻ സാറിന് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടോ? ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഓൺലൈൻ കൺസൾട്ടേഷൻ. എനിക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഇല്ല ആക്ച്വലി. ബാക്കി ഡോക്ടർമാരെല്ലാം ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, കാര്യം ഓഫ്ലൈനായിട്ട് ഇത്രയും ആൾക്കാർ വെയിറ്റിംഗ് സമയത്ത് ഞാൻ പിന്നെ പോയി ഓൺലൈൻ ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ മറ്റൊരു നിൽക്കുന്നവർക്ക് ചെയ്യുന്നൊരു ദ്രോഹമാണ്. പിന്നെ ചില ആൾക്കാർ വിളിച്ചൊക്കെ ചോദിക്കുന്നവർക്കൊന്നും സമയം കിട്ടിയാൽ ഞാൻ എപ്പോൾ തന്നെ മറുപടി കൊടുക്കും. അതിന് ഓൺലൈൻ കൺസൾട്ടേഷൻ ഒന്നും പറയേണ്ട കാര്യമില്ല. എൻ്റെ ഫോണിൽ വിളിച്ചാൽ മതി, അതിനുള്ള ഉത്തരം കൊടുക്കും. ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ ഫീസ് വാങ്ങിച്ച് ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്ന മറ്റു ഡോക്ടർമാർ നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാം ചെയ്യുന്നുണ്ട്. 200 രൂപ ഫീസ് ഉണ്ടെങ്കിൽ എല്ലാ ഡോക്ടർമാർക്കും ഉണ്ട്. ഓരോ മഹാലക്ഷ്മി, ഡോക്ടർ സ്മിത, ഡോക്ടർ രഞ്ജിത്ത്, ഡോക്ടർ മറിയ, ഡോക്ടർ സൗമ്യ, അവരെല്ലാം ഓൺലൈൻ കൺസൾട്ടേഷൻ നല്ലപോലെ ചെയ്യുന്നുണ്ട്. ഇൻഫാക്റ്റ് അവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ എന്നെക്കാട്ടും നല്ലത് ചെയ്യുന്നതാണ് ഞാൻ കണ്ടുവരുന്നത്. കാരണം അവർ ഓൺലൈൻ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് വരുമ്പോൾ ഞാൻ ഷീറ്റ് കാണുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കി എഴുതുന്നുണ്ട്. അപ്പോൾ അവരെ ആരെയും കൺസൾട്ട് ചെയ്തതിന് ശേഷം ഓൺലൈൻ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്ക്. അല്ലെങ്കിൽ അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഇവിടെ കണ്ട് നേരിട്ട് കണ്ട് ട്രീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈലീൻ മരിയ.
സാർ എനിക്ക് ഏജ് 38 ഉണ്ട്. ഹസ്ബൻഡിനും ഏജ് 38 വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി. എനിക്ക് ഇതുവരെ നോർമലി പീരീഡ്സ് ആയിട്ടില്ല. ഒരു 19 വയസ്സിൽ എൻഡോക്രൈൻ ഡോക്ടറിനെ കണ്ടു. ഓവറാസ്റ്റാൽ എന്ന 21 ഡേയ്സ് ടാബ്ലറ്റ് തന്നു. അപ്പോൾ 21 ടാബ്ലറ്റ് കഴിച്ച ശേഷം 28 ഡേയ്സിൽ പീരീഡ്സ് വന്നു. വിവാഹം കഴിഞ്ഞും സെയിം മെഡിസിൻ തുടർന്നു. ബട്ട് ഇപ്പോൾ കഴിക്കുന്നില്ല. ഇപ്പോൾ തൈറോണോം 100 ടാബ് കഴിക്കുന്നുണ്ട്. ഒരു ഹോമിയോ ട്രീറ്റ്മെന്റിന് വേണ്ടി ബ്ലഡ് ടെസ്റ്റ് സ്കാനിങ് ചെയ്തിരുന്നു. ബട്ട് ഹോമിയോ ട്രീറ്റ്മെന്റ് കൊണ്ട് റിസൾട്ട് ഉണ്ടായില്ല. എന്റെ യൂട്രസ് ഹൈപ്പോപ്ലാസ്റ്റിക് ആണ്. കൂടാതെ എൻഡോമെട്രിയൽ തിക്നെസ് 2 mm ആണ്. ഓവറി നോട്ട് ക്ലിയർലി വിഷ്വലൈസ്ഡ് എന്നാണ് സ്കാനിങ് റിസൾട്ട്. ബ്ലഡ് ടെസ്റ്റ് TSH 0.01, FSH 0.10, LH 0.10, estradiol 23.24, progesterone 0.06, anti-sperm antibody 14.7 ആണ് സാർ. ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസിന് IVF അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഇത് പറഞ്ഞു കേട്ടിട്ട് 32 വയസ്സായി, പീരീഡ്സ് ഇല്ല. കേട്ട് തുടങ്ങുമ്പോൾ ഞാൻ ഓവറിൻ ഫെയിലർ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് കൂടുതൽ വാല്യൂറ്റിൽ അറിയാൻ പറ്റുള്ളൂ. FSH LH വളരെ ലോ ആണ്. അതുകൊണ്ട് ഓവറിൻ ഫെയിലർ ആവാൻ വഴിയില്ല. അപ്പോൾ ഓവുലേഷൻ നടക്കാനുള്ള സാധ്യതയില്ല. പിന്നെ യൂട്രസും ഹൈപ്പോപ്ലാസ്റ്റിക് ആണ്. എത്ര സൈസ് ഉണ്ടെന്നുള്ള അപ്പൊ ഇതിലിപ്പോ നമുക്ക് കേട്ടിടത്തോളം പറയുവാണെങ്കിൽ നമുക്ക് IVF തന്നെ വേണ്ടി വരും. IVF തന്നെ നമ്മുടെ എടുക്കാൻ പറ്റുന്ന കാര്യം നമ്മൾ റീചെക്ക് ചെയ്യണം. പിന്നെ ട്രീറ്റ്മെന്റ് ഉള്ളതുണ്ട്. കാര്യം യൂട്രസ് ചെറുതാണെങ്കിൽ നമുക്ക് ഈസ്ട്രജൻ പ്രൊജസ്ട്രോണും സൈക്ലിക്കലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് നമ്മൾ യൂട്രസ് നോർമൽ സൈസിൽ എത്തിക്കാൻ പറ്റും. അതിനുശേഷം IVF ചെയ്യാം. ചിലപ്പോൾ ഇട്ടുകൊണ്ട് എഗ്ഗ് വേറെ എടുക്കേണ്ടി വരും. അതിനും പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ സർഗസി ഉണ്ട്. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് ഈസ് പോസിബിൾ. പല ടൈപ്പിലായിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിരാശപ്പെടേണ്ട. നമുക്ക് ലൈറ്റ് സംഭവം. Okay. Next question, Jayalakshmi. Surrogacy current expenses September 2021. How much? സർഗസി ഇവിടെ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസസ് കറക്റ്റായിട്ട് 13.5 lakhs ആണ്. ഇത് ഇൻക്ലൂഡ്സ് എവറിത്തിങ് എന്ന് വെച്ചാൽ സർഗേറ്റിന് കൊടുക്കുന്ന എമൗണ്ട്, അതുപോലെ തന്നെ ഏജന്റിന് ലീഗൽ ചാർജസ്, സർഗേറ്റിൻ്റെ IVF ഫിക്സി ചാർജസ്, അവരുടെ മെഡിസിൻസ്, അവരുടെ സ്റ്റേ അക്കോമഡേഷൻ, അവരുടെ ഫുഡ്, പിന്നെ അവർക്ക് കെയർ ടേക്കർ നഴ്സ് ഉണ്ടാവും, അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നതിന്, പിന്നെ അവരുടെ തുണി കഴുകുന്നതിന്, ബാക്കി കാര്യങ്ങളും, പിന്നെ അവരുടെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുവരണം, അവരുടെ മെഡിക്കേഷൻസ്, ഹോസ്പിറ്റൽ എക്സ്പെൻസസ്, സ്കാനിങ്, മെഡിസിൻസ് എല്ലാം സിസേറിയൻ വരെ നമ്മുടെ ഒരു പാക്കേജ് വരെ 13.5 lakhs ആണ് ഫിക്സിക്ക്. ട്വിൻസ് ആണെങ്കിൽ ബേബി ട്വിൻസ് ആണെങ്കിൽ അതിലും 14.5, 1 ലക്ഷം കൂടെ അവർക്ക് കൊടുക്കും. ഈ സർഗേറ്റിന് കൊടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അച്ചു സനിൽ. ഹായ് ചേച്ചി, എനിക്ക് മെയ്യിലാണ് സെവൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പി ചെയ്തത്. പിന്നീട് 3 month ഇഞ്ചക്ഷൻ വിത്ത് മെഡിസിൻ എടുക്കാൻ പറഞ്ഞിരുന്നു. ബട്ട് ഞങ്ങളുടെ പ്ലേസിൽ കോവിഡ് കൂടിയ സാഹചര്യം ആയതുകൊണ്ട് ഫസ്റ്റ് ഇഞ്ചക്ഷൻ മാത്രം എടുക്കാൻ പറ്റിയുള്ളൂ. പിന്നീട് എടുക്കാൻ പറ്റിയില്ല. ഇനി അപ്പോ ഈ മന്ത് പോകാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇനി IUI ആണോ ചെയ്യുക, അതോ വീണ്ടും ഇഞ്ചക്ഷൻ എടുത്ത് ട്രൈ ചെയ്യണോ എന്നാണ് ഡൗട്ട്. ഒരു ഇഞ്ചക്ഷൻ മാത്രം എടുത്ത് കഴിഞ്ഞുകൊണ്ട് അടുത്ത ബാക്കി കണ്ടു കഴിഞ്ഞാൽ അടുത്ത മാസം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ട്രൈ ചെയ്യുക. 3-ാം പ്രാവശ്യം 4 ഇഞ്ചക്ഷൻ എടുത്തിട്ട് സ്കാൻ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് IUI വേണോ വേണ്ടതെന്ന് അന്ന് നോക്കിയിട്ട് തീരുമാനിക്കാം. IUI നമ്മൾ യൂഷ്വലി പറയാറുണ്ട്. പിന്നെ കപ്പിൾ ദമ്പതികൾക്ക് IUI താല്പര്യം ഉണ്ടെങ്കിൽ IUI ചെയ്യും. ബ്രേക്ക് വന്നാലും അടുത്ത സൈക്കിൾ, സെക്കൻഡ് സൈക്കിൾ, തേർഡ് സൈക്കിൾ നമ്മൾ എഴുതി കൊണ്ടുവരണം. അതാണ് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റഫീഖ്. എന്റെ AMH ലെവൽ 0.4 ആണ്. IVF ചെയ്താൽ സക്സസ് ആകുമോ? മെഡിസിൻ കഴിച്ചുകൊണ്ട് AMH ലെവൽ ഇൻക്രീസ് ചെയ്യുമോ? എന്റെ റഫീഖിന്റെ ആണ്. ഇതിപ്പോ വൈഫാണോ അയച്ചിട്ടുണ്ടോന്ന് അറിയില്ല. റഫീഖ് നമ്മളൊരു അക്കൗണ്ട് ആണ്. എന്റെ AMH ലെവൽ 0.4 ആണ്. IVF ചെയ്താൽ സക്സസ് ആകുമോ? മെഡിസിൻ കഴിച്ചുകൊണ്ട് AMH ലെവൽ ഇൻക്രീസ് ചെയ്യുമോ? IVF ചെയ്താൽ സക്സസ് ആവുമെന്ന് ചോദിച്ചാൽ ആവാം. പിന്നെ മെഡിസിൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ AMH ലെവൽ കുറച്ചൊക്കെ ഇൻക്രീസ് ആവും. പക്ഷെ നമ്മളൊരു ഡ്രമാറ്റിക് ആയിട്ട് ഉള്ള റെസ്പോൺസ് കൊടുക്കരുത്. ഏജ് എത്ര പറയുന്നുണ്ട്? ഏജ് പറയുന്നില്ല.
അപ്പോൾ ഏജ് ആണ് ഇതിലൊരു പ്രധാന ഫാക്ടർ. ഏജ് ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ഈ 0.4-ലും പ്രഗ്നൻസി ആവാം, കുഴപ്പമൊന്നുമില്ല. സ്വന്തം ഇത് വെച്ച് തന്നെ പ്രഗ്നൻസി ആവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം നീതു. സർ, നോൺ ഒബ്സ്ട്രക്ഷൻ അസിസ്റ്റോമിയ ആണ്. HMG 75 IU ഇഞ്ചക്ഷൻ എടുത്താൽ മാറുമോ? എത്ര നാൾ എടുക്കണം? ടെസ്റ്റിസിന്റെ സൈസ് ചെറുതാണ്. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ കരോപ്റ്റൈഡ് ടെസ്റ്റ് റിസൾട്ട് ആയിട്ടാണോ നാട്ടിൽ വരേണ്ടത്? ലീവ് കുറവാണ്. ഇക്സി ആൻഡ് മൈക്രോടീസ ചെയ്യാൻ എത്ര മന്ത് വേണമായിരിക്കും? ഇക്സി പോസിറ്റീവ് ആയാൽ ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ഇഞ്ചക്ഷൻ എടുക്കാൻ മാറും സാധ്യത കുറവാണ്. കാര്യം ജസ്റ്റ് സൈസ് ചേർന്നാന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മൈക്രോടീസയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഇഞ്ചക്ഷൻസ് എടുക്കാറുണ്ട്. അപ്പൊ അവിടെ നിന്ന് അത് എടുത്തോണ്ട് വരുവാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടൈം വേണ്ട. നമ്മൾ കുട്ടിയിലും നോക്കും, അവിടെ ചെയ്ത് വരുന്ന കുഴപ്പമൊന്നുമില്ല. അവിടെ ചെയ്ത് വരുന്നതല്ല, ഇവിടെ വന്നാൽ കുറച്ച് ദിവസം. അപ്പൊ ഇത്രയും HCG ഇഞ്ചക്ഷൻ എടുത്ത് FSM ഇഞ്ചക്ഷൻ എടുത്ത് വന്നു കഴിഞ്ഞാൽ HMG ഇഞ്ചക്ഷൻ എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പീരിയഡ്സ് സെക്കൻഡ് ഡേ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് മൈക്രോടീസയ്ക്ക് ചെയ്യാൻ പോകാൻ പറ്റും. ടെസ്റ്റ് എടുത്താണെങ്കിൽ മൈക്രോടീസയ്ക്ക് നോൺ ഒബ്സ്ട്രക്റ്റീവ് അസിസ്റ്റോമിയ ടെസ്റ്റ് എടുത്താണെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് കിട്ടാറുണ്ട്. സാധാരണ 50% കൂടുതൽ കിട്ടാറുണ്ട്. പിന്നെ ഇതെല്ലാം നമുക്ക് ആളൊന്ന് പരിശോധിച്ചിട്ട് നോക്കിയിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ഇതിൽ വലിയൊരു പ്രോബ്ലം വരില്ല, ഒരു സക്സസ്ഫുൾ ആവണം. മൈക്രോടീസ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് 8 മാസം മതി. നേരത്തെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ മിക്കവാറും ആ മാസം ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ സാധനം ഫ്രീസ് ചെയ്യാറില്ല. ഫ്രീസ് ചെയ്യാൻ വേറെ റീസൺ കൊണ്ട് ഫ്രീസ് ചെയ്യാൻ ഫ്രീസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അൽഹംദുലില്ലാ അക്കൗണ്ടിനാണ്. എന്റെ വിവാഹം കഴിഞ്ഞ് 9 വർഷവും എനിക്ക് 29 വയസ്സും ഹസ്ബൻഡിന് 32 വയസ്സുമാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ചികിത്സയ്ക്ക് ഇറങ്ങിയതാണ്. അന്ന് ഡോക്ടർ പറയുന്നത് IVF ആണ്. ഒരുപാട് സങ്കടത്തില. ഹസ്ബൻഡിന് 3 ml കൗണ്ട് ഉള്ളൂ. മരുന്നുകളും ഇഞ്ചക്ഷനും ഒക്കെ എടുത്തു, ഫലമില്ല. ഇപ്പോൾ എനിക്ക് അണ്ടം തീരെ കുറവാ. IVF പോലും ചാൻസ് കുറവാ എന്ന് പറയുന്നു. വളരെ സങ്കടത്തില. മൂവാറ്റുപുഴ വന്ന ഡോക്ടർ ചികിത്സിച്ചാൽ ഞങ്ങൾക്ക് IVF ചെയ്താൽ വിജയിക്കുമോ? ഹസ്ബൻഡിന് 3 ml കൗണ്ട് ഉള്ളൂ. 3 മില്യൺ ആയിരിക്കും. ഇപ്പൊ ഹസ്ബൻഡ് 3 മില്യൺ കൗണ്ട് വലിയ പ്രശ്നമല്ല. IVF ചെയ്യാനായിട്ട് 3 മില്യൺ കൗണ്ട് ധാരാളം മതി. പിന്നെ 29 ഏജ് ആയതുകൊണ്ട് ഇക്സ് ചെയ്താൽ വലിയ പ്രോബ്ലം കാണാൻ, വലിയ പ്രശ്നം കാണാൻ സാധ്യതയില്ല. വിജയിക്കും എന്നാണ്. അണ്ടം തീരെ കുറവാണെന്ന് പോലും ചാൻസ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ കാണിച്ചത്. അപ്പൊ ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നാളെ കണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ അവസരം ഇവിടെ തന്നെ ഫോണിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് റിപ്ലൈ ചെയ്യാം. അപ്പൊ എന്റെ അടുത്ത് വാട്സപ്പില് ഡീറ്റെയിൽസ് കൂടുതൽ അയക്കുകയാണെങ്കിൽ ഞാൻ സാറായിട്ട് സംസാരിച്ചിട്ട് ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ അതിൽ വാട്സപ്പ് ചെയ്താൽ മതി ഡീറ്റെയിൽസ്. അപ്പൊ ഞാൻ സാറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അനിൽ കുമാർ. ഹലോ സർ, ഞാൻ സബൈൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. വേറെ ഹോസ്പിറ്റലിൽ പോയി 3 IVF ചെയ്തു, 1 ലാപ്രോസ്കോപ്പി ചെയ്തു. യൂട്രസിൽ മുഴയുണ്ടായിരുന്നു. ഒപ്പം ഓപ്പൺ സർജറി ആയിരുന്നു. ഇപ്പോൾ എനിക്ക് ഹെർണിയ ഉണ്ട്. സാർ പറഞ്ഞു IVF ചെയ്യണമെന്ന്. പോസിറ്റീവ് ആകാൻ ചാൻസ് ഉണ്ടോ? എനിക്ക് ഒരു കുഞ്ഞുണ്ടാകുമോ? സാർ, എനിക്ക് വയസ്സ് 40. ഇപ്പോൾ അവിടെ വന്നപ്പോൾ ഹിസ്റ്റോസ്കോപ്പി ചെയ്ത് മെഡിസിൻ കഴിക്കുവാണ്. 6000 റുപ്പീസിന് ഇഞ്ചക്ഷൻ എടുത്തു. ഇനി അടുത്തത് 27-നാണ്. IVF ചെയ്യാൻ സാധ്യത ഉണ്ടാവോ? അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നെക്സ്റ്റ് 6000 ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് 27-നാണ്. ആ ഇഞ്ചക്ഷൻ ഡൗൺ റെഗുലേഷൻ ചെയ്യാനായിട്ട് എടുക്കുന്നത് സോളാഡെക്സ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അടുത്ത ഇഞ്ചക്ഷൻ 27 വരെ. അതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഹാസി ഷാനി. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞുള്ള 2 വീക്സ് എന്തൊക്കെ രീതിയിൽ കെയർ ചെയ്യണം? സാധാരണ റുട്ടീൻ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യണം. മെഡിസിൻസ് ഒക്കെ അതുപോലെ കഴിക്കണം. ഓവർ എക്സസൈസ് ചെയ്യണമെന്നില്ല. അതാണ് റുട്ടീൻ ആക്ടിവിറ്റീസ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദീപ നായർ. IVF ബേബീസിന് ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് നോർമൽ ബേബീസിനേക്കാൾ കൂടുതലാണോ?
അതൊരു കോൺട്രവേഴ്സ്യലാണ്. എന്നാൽ ഏതൊക്കെയാണ് സിഗ്നിഫിക്കൻ്റ്ലി കൂടുതലല്ല. അതുകൊണ്ട് ആ കാരണം കൊണ്ട് ഒരാൾ IVF ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സർ? പക്ഷെ നമുക്ക് IVF ചെയ്തുകൊണ്ടാണോ അറിയത്തില്ല. IVF ചെയ്ത ബേബീസും ചിലപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്, അല്ലാത്ത ബേബീസും ഉണ്ടാകുന്നുണ്ട്. സ്പെസിഫിക്കലി ഈ പ്രോബ്ലം IVF-ന്റെ ഉണ്ടാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പിന്നെ ചില സ്റ്റഡീസ് ചക്കനും ഇംഗ്ലീഷും ആണെന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ബെവിൻ. ഇപ്പോൾ ഇന്ത്യയിലില്ല, IVF ചെയ്യാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണോ? ഡോക്ടറായിട്ട് പ്രീവിയസ് ഹിസ്റ്ററി ആൻഡ് ടെസ്റ്റ് ഷെയർ ചെയ്യാനാണ്, അതനുസരിച്ച് നാട്ടിൽ വരാനാണ്. പ്ലീസ് റിപ്ലൈ. ഓൺലൈൻ കൺസൾട്ട് ചെയ്യാൻ പറ്റും. അതിന് അതിനുള്ള ലിങ്ക് IVF-ന് മര്യാദ കൺസൾട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ മഹാലക്ഷ്മി കൺസൾട്ട് ചെയ്താൽ മതി, കുഴപ്പമില്ല. പ്രീവിയസ് ഹിസ്റ്ററിയിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ആ ഡോക്ടർ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അത് അതെല്ലാം നോക്കിയിട്ട് വേണ്ട രീതിയിലുള്ള ഉപദേശം തരും. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലില് സാറല്ല ബാക്കിയുള്ള ഡോക്ടേഴ്സ് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ലിങ്ക് നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ ഏത് ഡോക്ടറിനെയാണോ കൺസൾട്ട് ചെയ്യേണ്ടത് വെച്ചാൽ അവരായിട്ടുള്ള ഇത് ബുക്ക് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഷംലു. ഫസ്റ്റ് ടൈം IVF പോസിറ്റീവായി, ക്വാളിറ്റി എഗ് ആയിരുന്നു, 1 വീക്ക് കഴിഞ്ഞ് ബ്ലീഡിംഗ് ആയി, ഇനി ചെയ്താൽ സക്സസ് ആകുമോ? തീർച്ചയായിട്ടും സക്സസ് ആവാൻ എല്ലാ സാധ്യതകളുണ്ട്. 100% സക്സസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു പ്രാവശ്യം ആയതല്ലേ, അതുകൊണ്ട് എന്തായാലും ആവണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം സുഷി. സുഷിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നോൺ ഒബ്സ്ട്രക്റ്റീവ് ഓസിസ്പെർമിയ ഉള്ള ആൾക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുക? നോൺ ഒബ്സ്ട്രക്റ്റീവ് ഓസിസ്പെർമിയ ഉള്ള ആൾക്കാർക്ക് ആദ്യം കുറച്ച് മെഡിക്കേഷൻ കൊടുത്താൽ ചിലർക്ക് നമ്മൾ പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ട് ഒന്നീ ടീസ ചെയ്യാം. ടീസ എന്ന് വെച്ചാൽ നമ്മുടെ ടെസ്റ്റസ് നമുക്ക് കുത്തിയെടുത്ത് സ്പേംസ് കിട്ടിയാൽ അതെടുക്കാം, അല്ലെങ്കിൽ മൈക്രോ ടീസ. ഈ രണ്ടുമാണ് മെയിൻലി നോൺ ഒബ്സ്ട്രക്റ്റീവ് ഓസിസ്പെർമിയ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള മൈക്രോ ടീസ പ്ലസ് 6C ആണ്, എത്ര കോസ്റ്റ് ആകും? നമ്മൾ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് വീഡിയോ നമ്മളപ്പോ അതിന്റെ ലിങ്ക് എന്തായാലും ഇതിലെ പ്ലാൻസിൽ ഉണ്ടാവും. ടോട്ടൽ കോസ്റ്റ് IVF 85,000, മൈക്രോ ടീസയ്ക്ക് 40,000, ടോട്ടൽ 1.25 ഇൻക്ലൂഡിംഗ് മെഡിസിൻസ്, ഇൻജെക്ഷൻസ് എല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൗമ്യ. ആഫ്റ്റർ IVF എന്തൊക്കെയാണ് കെയർ എടുക്കേണ്ടത്? എല്ലാവരുടെയും ഡൗട്ട് അതാണ്. നേരത്തെ പറഞ്ഞ പോലെ റുട്ടീൻ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം. അതെ, എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം. പ്രത്യേകിച്ച് റെസ്റ്റൊന്നും വേണ്ട, പ്രത്യേകിച്ച് ഡയറ്റ് ഒന്നും പ്രത്യേകിച്ച് വേണ്ട. ഷുഗർ ഡയബറ്റീസ് ഉള്ള ആൾക്ക് ശരിക്കും ഡയറ്റ് കൺട്രോൾ വേണം, അല്ലാതെ ഒരു ഡയറ്റ് കൺട്രോളും വേണ്ട. അതുപോലെ എല്ലാവർക്കും ഡൗട്ടാണ് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണമെന്നുണ്ടോ? ഒരിക്കലുമില്ല, സ്റ്റേ ചെയ്യേണ്ട കാര്യമേ ഇല്ല. എല്ലാവരും അവരുടെ വീട്ടിൽ പോയി യൂഷ്വലായിട്ടുള്ള എല്ലാ ജോലിയും ചെയ്യുന്നതാണ് നല്ലത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം സൗമ്യ. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ട്രാവലിംഗ് ചെയ്യാമോ? തീർച്ചയായിട്ടും ചെയ്യാം. എവിടെ വേണം ട്രാവൽ ചെയ്യാം. 3 hours ട്രാവലിംഗ് ഉണ്ട്, കാറിലാണ് പോകുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ? ഇല്ല. ട്രാൻസ്ഫറിന് ശേഷം അവിടെ സ്റ്റേ ചെയ്യണതാണ് നല്ലത്. ഇല്ല, ഒരിക്കലും സ്റ്റേ ചെയ്യണ്ട. നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ വീട്ടിൽ പോയി എല്ലാ ആളുകളും കഴിച്ച് ജോലിയൊക്കെ ചെയ്ത് കഴിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാധിക പ്രദീപ്. സെവൻ ഹോസ്പിറ്റലിൽ IUI ചാർജ് എത്രയാകും? IUI ചാർജസ് ശരിക്കും ഇവിടെ 1000 rupees ആയിട്ടുള്ളൂ. പക്ഷേ ഇത് കൂടാതെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടാവും, ഈ ഗോണോട്രോഫി ഇഞ്ചക്ഷൻസ്. അത് ചിലപ്പോൾ 500 രൂപ 700 രൂപയൊക്കെ ആവുള്ളൂ. ചിലപ്പോൾ 4 ഇഞ്ചക്ഷൻ വേണ്ടി വരും. പിന്നെ ഒരു ട്രിഗർ ഇഞ്ചക്ഷൻ അത് 300 രൂപയാവും. എല്ലാം IUI ചാർജസ് 1000 രൂപ. ഒരു ബാക്കി മരുന്നെല്ലാം ഒരു 2000-2500 ആവുമായിരിക്കും. സ്കാനിങ് എല്ലാം കൂട്ടി 3000 താഴെയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അച്ചു. കോവിഡ് പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയാൽ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? അത് സക്സസിനെ എഫക്ട് ചെയ്യുമോ? കോവിഡ് പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയതിനു ശേഷം എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അത് സക്സസിനെ എഫക്ട് ചെയ്യുമോ? ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഹാപ്പി ഫാമിലി തപ്സി. 2016 വരെ കൗണ്ട് നോർമൽ ആയിരുന്നു. 7 വയസ്സുള്ള ഒരു മോനുണ്ട്. 2 വർഷം മുൻപ് കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്തു. 5 മാസം വരെ നോക്കി ഡോക്ടറെ കണ്ടു. 0 കൗണ്ട് ആയിരുന്നു അവസ്ഥ. ഒബ്സ്ട്രക്റ്റീവ് അസിസ്പെർമിയ എന്നാ പറഞ്ഞ്. പിന്നെ ഹസ്ബൻഡ് ട്രീറ്റ്മെന്റ് എടുത്തില്ല. ഇപ്പോൾ IVF ചെയ്യണമെന്നുണ്ട്. ചാൻസ് ഉണ്ടോ ഒരു സെക്കൻഡ് ബേബിയെ കിട്ടാൻ? നല്ല ചാൻസ് ഉണ്ട്. ഒബ്സ്ട്രക്റ്റീവ് അസിസ്പെർമിയ ആണല്ലോ പറഞ്ഞത്. അപ്പൊ നമുക്ക് ടെസ്റ്റസ് നമുക്ക്
സ്പേംസ് ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ അത് വെച്ച് IVF ചെയ്യേണ്ടി വരികയും സ്പേംസ് റിട്രീവ് ചെയ്യാനായിട്ട് ഒബ്സ്റ്ററ്റിക് അസിസ്റ്റന്റ് കുറച്ച് എളുപ്പമാണ് കിട്ടാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഷെമി. സാർ, എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 year ആയി, കുട്ടികളായിട്ടില്ല. മാരേജിന് മുന്നേ തന്നെ PCOD ഉണ്ടായിരുന്നു. അപ്പോൾ മുതലേ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. പക്ഷേ PCOD മാറിയില്ല. ടാബ്ലറ്റ് കഴിക്കുമ്പോൾ മാത്രമേ പീരീഡ്സ് ആകാറുള്ളൂ. ഒരുപാട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4-5 months ആയി ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു 3 months റെഗുലർ പീരീഡ്സ് ആകുന്നുണ്ട്. PCOD മാറാൻ ലാപ്രോ ചെയ്യുന്നതാണോ ബെറ്റർ? PCOD ചെയ്യാനായിട്ട് ഓരോ ഡോക്ടർമാർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ലാപ്രോസ്കോപ്പി ചെയ്യുന്നതാണ് ബെറ്റർ. പക്ഷെ ഡ്രില്ല് ചെയ്യുമ്പോൾ 2-3 ഡ്രില്ല് മാത്രമേ ചെയ്യാവൂ. ഈ PCOD പറ്റി ലാപ്രോസ്കോപ്പി ചെയ്യുന്നതിനെ പറ്റി പല ഡോക്ടർമാരും അതിനെതിരാണ് ചിലർക്ക്. പക്ഷെ അത് ഇൻഡിസ്ക്രിമിനേറ്റ് ചുമ്മാ ഇങ്ങനെ ഡ്രില്ല് ചെയ്താൽ മാത്രമേ ഉള്ളൂ കുഴപ്പമില്ല. നമ്മൾ 2-3 ഡ്രില്ലിങ് ചെയ്തിട്ട് പിന്നെ ട്രൈ ചെയ്ത് നല്ല സക്സസ് ആയിട്ടാണ്, വേറെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ചില ഡോക്ടേഴ്സ് ഇങ്ങനെ ഡ്രില്ല് ചെയ്ത ബോഡി കരിച്ചു കളയും, ബോഡി കുക്ക് ചെയ്യും എന്ന് പറഞ്ഞ് പല ആൾക്കാരെയും നിരുത്സാഹപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത് ചെയ്തില്ലേ പിന്നെ അവർക്കെല്ലാം IVF പറയുന്നത്. അത് പലർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് IVF എല്ലാവർക്കും. അതുകൊണ്ട് യങ് ആളാണ് 1-2 PCOD ഡ്രില്ലിങ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, നല്ല സക്സസ് ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഡോക്ടറെ അങ്ങനെ ആവശ്യമില്ല ഡ്രില്ല് ചുമ്മാ ചെയ്ത് ഡ്രില്ല് കുക്ക് ചെയ്യത്തില്ല, അവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് ജുഡീഷ്യസ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് PCOD ഡ്രില്ലിങ്ങിനെ പറ്റി ആരെങ്കിലും ഇങ്ങനെ കുക്ക് ഇത് ചെയ്യേണ്ട, അതിന് പകരം IVF ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ബിനു ഫ്രം ട്രിവാൻഡ്രം. സാർ, എൻ്റെ വൈഫിന് IVF ട്രീറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ നെഗറ്റീവായി. ഓഗസ്റ്റിലാണ് ചെയ്തത്. തൃശ്ശൂരാണ് ചെയ്തത്. B1 ഗ്രേഡ് എംബ്രിയോ ആയിരുന്നു. AMH കുറവായതുകൊണ്ട് ഇനി ഡോണറായിട്ട് വെച്ച് ചെയ്യേണ്ടി വരുന്ന പറഞ്ഞത്. സെബൈൻ ഹോസ്പിറ്റലിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. വേറെ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തതുകൊണ്ട് അവിടെ ഇനി ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുമോ? കോസ്റ്റ് എത്ര വരുമെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ എക്സ്പെൻസ് കൂടുതലാണ്. അവിടെ ചെയ്തെന്നാണ് ഇവിടെ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അത് ഏത് ഹോസ്പിറ്റലായാലും നമ്മൾ ഒരു സ്ഥലത്ത് ചെയ്യുന്നതുകൊണ്ട് മറ്റൊരു പോയി ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. എല്ലാ ഹോസ്പിറ്റൽസും നല്ല തന്നെയാണ്, എല്ലാവർക്കും അവരുടേതായ രീതികളുണ്ട്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മുടെ ഭാഗ്യയോട് പോലെ ഇരിക്കും കിട്ടുന്നത്. കോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു 85,000 വരുന്നത് മൊത്തം കോസ്റ്റ്. ടോട്ടൽ ഒരു 1 lakh കൂട്ടിക്കോളും, അതിനപ്പുറം ആവത്തില്ല. ഏറ്റവും കൂടിയ മെഡിസിൻസ് ഗുണാലഫ്, സെറ്റോട്ടൈഡ്, അങ്ങനത്തെ കൂടിയ മെഡിസിൻസും ചിലപ്പോൾ ബ്ലാസ്റ്റോസിസ് ആക്കിയാൽ പോലും റേറ്റ് വ്യത്യാസം വരുന്നില്ല. ചില ആൾക്കാർ എംബ്രിയോസ്കോപ്പ് യൂസ് ചെയ്യും, അതിനും എക്സ്പെൻസ് കൂടുതൽ വരുന്നില്ല. ഇതെല്ലാം ആയിട്ട് 1 lakh താഴെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അനു കെ റോസ്മേരി. ചേച്ചി, ഞാൻ സെർവൈൻ സാറിന്റെ പേഷ്യന്റ് ആണ്. എനിക്ക് PCOD ഉണ്ട്. 2 തവണ അബോർഷൻ ഉണ്ടായി. ജൂലൈ 11 അബോർഷനായി. സെർവൈൻ സാർ എനിക്ക് ഒവാക്കെയർ ടാബ്ലറ്റും വൈറ്റമിൻ ഇയും മെറ്റഫോമിനും തന്നിട്ട് 3 months കഴിക്കാൻ പറഞ്ഞു. ബട്ട് ഒവാക്കെയർ എടുത്തപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആയി, വളരെ ബുദ്ധിമുട്ടായി പോയി. സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കാലിനടിയിലെ സ്കിന്നെല്ലാം ഇളകി പോയിരുന്നു. സ്റ്റൊമക്കിൽ എരിച്ചിലൊക്കെ ഉണ്ടായി. ഇതുവരെ പീരീഡ് ആയിട്ടില്ല. പീരീഡ് ആയിട്ട് 2nd മുതൽ എടുക്കാൻ ഇഞ്ചക്ഷനും ടാബ്ലറ്റും തന്നിരുന്നു. അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതുവരെ പീരീഡ്സ് ആയിട്ടില്ല. ഈ ഓവാക്കെയർ കഴിക്കുമ്പോൾ ചിലർക്ക് ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിർത്തിയിട്ട് വേറെ ഫോളിക് ആസിഡ് കഴിക്കുക, അല്ലെങ്കിൽ അതേപോലെ ഇക്വലൻ്റായിട്ടുള്ള വേറെ മെഡിസിൻസ് അത് കഴിച്ചാൽ മതി. പിന്നെ പീരീഡ്സ് ആയില്ലെങ്കിൽ നമ്മൾ ആദ്യം യൂറിൻ പോയി നോക്കിയിട്ട് പ്രഗ്നൻസി എല്ലാം ഉറപ്പാക്കുക. ഇപ്പോഴേക്കതിന് ശേഷം നമ്മൾ പീരീഡ്സ് ആക്കാനായിട്ട് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് കഴിച്ചാൽ മതി. പ്രൊജസ്ട്രോൺ എന്തെങ്കിലും പ്രൈമോഡൻ എന്ന് കിട്ടും. രാവിലെയും വൈകിട്ടും ഒരു 5 days കഴിച്ച് നിർത്തണം. നിർത്തി കഴിഞ്ഞാൽ 3-4 ദിവസം കഴിയുമ്പോൾ പീരീഡ്സ് വരും. അതിനാണ് പറയുന്നത് വിഡ്രോവൽ പീരീഡ്. പീരീഡ്സ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഇഞ്ചക്ഷനും ഇഞ്ചക്ഷൻ എടുത്ത് ടാബ്ലറ്റും കഴിച്ച് നമുക്ക് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഓവലേഷൻ ഉണ്ടോ ഇല്ലെന്ന്. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമ്മൾ ഈ വട്ടം എടുത്തത് IVF റിലേറ്റഡ് ആണ് എനിക്ക് വേണ്ടി പറഞ്ഞിരുന്നത്. അപ്പൊ IVF റിലേറ്റഡ് ഒരുപാട് ഡൗട്ട്സ് വന്ന് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി വീണ്ടും നമ്മൾ വേഗം തന്നെ സാറുമായിട്ടുള്ള നെക്സ്റ്റ് ക്ലിയർ ആയിട്ട് വരാൻ പറ്റുന്ന പ്രതീക്ഷയോടെ നമ്മൾ നിർത്തുന്നു. താങ്ക് യു സർ. താങ്ക് യു.